പിണറായി വിജയൻ തന്നെ അയ്യപ്പനോട് കളിച്ചിട്ടാണ് ഏറ്റവും അവസാനം സാഷ്ടാംഗം അവിടെ പോയി അയ്യപ്പ സംഗമം നടത്തിയത്. ആ അയ്യപ്പ സംഗമത്തിൽ ബഹുമാന്യായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും കണ്ടു. അയ്യപ്പ സംഗമത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അയ്യപ്പൻ ധരിച്ചു നിത്യബ്രഹ്മചാരിയായ എന്നെ തകർക്കുന്നതിന് വേണ്ടി പറഞ്ഞുവിട്ട അല്ലെങ്കിൽ തീരുമാനമെടുത്ത ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ ഒരു ചെറിയ പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചു. ആ പണി കൊടുക്കണമെന്ന് തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ കാലതാമസം ആ അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ട് അധികം കാലതാമസം എടുക്കാതെ തന്നെ ഓരോ കാര്യങ്ങളും പുറത്തേക്ക് വന്നത് ഒന്നൊന്നായി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസത്തെയും മാധ്യമങ്ങൾ എടുത്ത് വായിച്ചാൽ ആ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്ന കഥകളാണ് നമ്മൾക്ക് കേൾക്കുവാൻ കഴിയുന്നത്, കാര്യങ്ങൾ കേൾക്കുവാൻ കഴിയുന്നത്. ആ ഞെട്ടിക്കുന്ന വാർത്തകൾ കേരളത്തിലെ വിശ്വാസികളെ ദുർബലരാക്കുവാനും വിശ്വാസ സമൂഹത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോന്നും കാണേണ്ടതായിട്ടുണ്ട്. ഇനി അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം, നിങ്ങൾ 4 ജാഥകളായി പുറപ്പെടാൻ പറഞ്ഞു. ഞങ്ങൾ പുറപ്പെടുന്നു. ഇവിടെ നിന്ന് തുടക്കം കുറിച്ച് 4 ജാഥകളായി പുറപ്പെട്ട് ഓരോ ഇടങ്ങളിലും ശബരിമല അയ്യപ്പനെ ഒന്നുമല്ലാതാക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയ ഈ സർക്കാർ 9.5 വർഷക്കാലമായി ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളും നയങ്ങളും ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ കാണുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്തായാലും ഈ അയ്യപ്പ സംഘം, നമ്മുടെ വിശ്വാസ സംഗമം ഒരു വലിയ വിജയമാക്കി തീർക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിൻസെന്റ് എന്നോടൊപ്പമുണ്ട്. ഇത് വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ വിൻസെന്റ് ഇത് തുടക്കം കുറിച്ച് നാൾ മുതൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ജാഥ അനൗൺസ് ചെയ്ത അന്ന് മുതൽ എല്ലാ കാര്യത്തിനുമുണ്ട്. അതുപോലെ ശ്രീ പഴകുളം മധുവുണ്ട്, മറ്റ് എല്ലാ നേതാക്കന്മാരുമുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ശക്തൻ ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹമാണ് സത്യത്തിൽ ഇവിടെ ഈ ജാഥ ഇന്ന് വൈകിട്ട് ഇവിടെ ഒന്ന് തുടങ്ങണമെന്ന് തീരുമാനമെടുത്തത്.